ശബരിമല സ്വർണ്ണ കവർച്ചയിൽ തന്ത്രി കണ്ഠരര് രാജീവര് അറസ്റ്റിലായിരിക്കുകയാണ്. രാവിലെ തുടങ്ങിയ ചോദ്യം ചെയ്യലിന് ശേഷം SIT ആണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തന്ത്രിയെ ഈഞ്ചക്കൽ ഓഫീസിലാണ് നിലവിലെത്തിച്ചിരിക്കുന്നത്. പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, ഇനി വൈദ്യപരിശോധന, തുടർ നിയമ നടപടികൾ അതൊക്കെ എപ്രകാരമെന്നാണ് മനസ്സിലാക്കുന്നത്? രോഹിണി, ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിക്കാനുള്ള റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കുകയാണ്. റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയതിന് ശേഷമായിരിക്കും പത്മകുമാറിനെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോവുക. വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയതിന് ശേഷം നേരെ കൊല്ലം തന്ത്രിയെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോവുക. അതിനുശേഷം കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് റിമാൻഡ് ചെയ്യാനുള്ള സാധ്യതയാണ് ഈ ഘട്ടത്തിൽ കാണുന്നത്. അല്ല എങ്കിൽ കസ്റ്റഡിയിൽ അന്വേഷണ സംഘം വാങ്ങുകയും ചെയ്യും. അത് കോടതിയിൽ എത്തിച്ചതിന് ശേഷമായിരിക്കും അക്കാര്യത്തിലൊരു വ്യക്തത നമുക്കുണ്ടാകും. എന്തായാലും ഈ റിമാൻഡ് റിപ്പോർട്ട് വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് എന്തുകൊണ്ട് സ്വർണ്ണക്കവർച്ചയിൽ എന്ത് പങ്ക് എന്നുള്ളതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതൊരു പ്രാഥമിക അതിൻ്റെ ഒരു ഔട്ട്ലൈൻ നമുക്ക് ഈ റിമാൻഡ് റിപ്പോർട്ട് വഴി ലഭ്യമാകും എന്നുള്ളതാണ്. എന്തായാലും അന്വേഷണവുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഈ ഘട്ടത്തിൽ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് തന്ത്രിയുടെ അറസ്റ്റ് ഉണ്ടാകുമ്പോഴും എന്തുകൊണ്ട് മന്ത്രിയുടെ അറസ്റ്റ് ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു ചോദ്യം അവിടെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ സർവ്വ സ്വാതന്ത്ര്യം നൽകിയത് തന്ത്രിയാണ് എന്നുള്ളൊരു കണ്ടെത്തൽ, ഉണ്ണികൃഷ്ണൻ പോറ്റി തന്ത്രിയുടെ കേരളത്തിന് പുറത്തേക്കുള്ള പല യാത്രകൾക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായവും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കണ്ടെത്തലുണ്ട്. പല പൂജകൾക്കുമൊക്കെ തന്ത്രിയെ കൊണ്ടുപോയിരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്, അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി നൽകിയിരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് തുടങ്ങിയിട്ടുള്ള കണ്ടെത്തലുകളൊക്കെയാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയുമായിട്ട് അടുത്ത ബന്ധമുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി അന്വേഷണ സംഘം മനസ്സിലാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ കണ്ടെത്തിയതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് പുറത്തേക്കുള്ള തെളിവുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ കണ്ടെത്തലുകൾ അന്വേഷണ സംഘം നടത്തിയിട്ടുണ്ട് ഈ സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട് തന്ത്രി അറസ്റ്റ് ചെയ്യാനെന്നുള്ള കാര്യത്തിൽ ഈ ഘട്ടത്തിൽ നമുക്ക് വ്യക്തതയില്ലെങ്കിലും പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായും ഗോവർദ്ധനുമായും പങ്കജ് ഭണ്ഡാരിയുമായിട്ടുമൊക്കെ തന്ത്രിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന്റെ കയ്യിലുണ്ട് എന്നുള്ളത്. പക്ഷേ ഈ അറസ്റ്റിന് ഇത് പര്യാപ്തമാണോ എന്നുള്ളൊരു ചോദ്യവും അതിന് ഘട്ടത്തിൽ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനമാണെങ്കിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് SIT അന്വേഷണം വഴിതിരിച്ചു വിടുന്നു എന്നുള്ള ചില സംശയങ്ങൾ ഈ സാഹചര്യത്തിൽ ബലപ്പെടുന്നുണ്ട് എന്നാണല്ലോ. കാരണം ഒരു ഭാഗത്ത് ED ശബരിമല സ്വർണ്ണ കവർച്ചയിന്മേൽ ECIR രജിസ്റ്റർ ചെയ്ത് കേസ് എടുത്തിട്ടുണ്ട്. 15 പ്രതികളാണുള്ളത്. വലിയ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് കടക്കുമ്പോൾ ഇതിൽ ആരൊക്കെ ഭാഗഭാക്കായി, ആരൊക്കെ ബിനാമി ഇടപാടുകൾ നടത്തി, കള്ളപ്പണത്തിൻ്റെ പങ്ക് പറ്റിയവർ ആരൊക്കെ എന്നുള്ളതിലേക്കൊക്കെ അന്വേഷണം എത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം കേന്ദ്ര അന്വേഷണ ഏജൻസിയാണ്. ഒരു തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്കും വഴിപ്പെടാതെ തന്നെ അവരുടെ അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകും. അങ്ങനെയാണെങ്കിൽ തങ്ങൾ മറുഭാഗത്ത് നിന്ന് മറ്റൊരു നീക്കം നടത്തുന്നു, ഒരുപക്ഷെ ശ്രദ്ധ തിരിച്ചുവിടുന്നതിനും സമൂഹത്തിൽ പിടിച്ചു നിൽക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമായി കൂടി കാണാൻ കഴിയുന്നതല്ലേ വളരെ പെട്ടെന്നുള്ള തന്ത്രിയുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുമ്പോൾ? സ്വാഭാവികമായും അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം സ്വർണ്ണക്കവർച്ച നടത്തിയവരിൽ അറസ്റ്റിലായിട്ടുണ്ടെങ്കിൽ 2019 സ്വർണ്ണക്കവർച്ച നടത്തിയ അപ്പോഴത്തെ 2025 വരുമ്പോൾ ഈ സ്വർണ്ണക്കവർച്ച മറയ്ക്കാനുള്ള ഇടപെടൽ നടത്തിയതിൽ PS പ്രശാന്ത് അടക്കമുള്ളവർക്കെതിരെയുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ രീതിയിലുള്ള വിമർശനങ്ങൾ ഹൈക്കോടതി അടക്കം നടത്തിയതാണ്. ഈ സ്വർണ്ണക്കവർച്ച മറച്ചു പിടിക്കാനാണോ 2025 ഇത്ര തിടുക്കപ്പെട്ട് പല കാര്യങ്ങളും ചെയ്തത് എന്നുള്ള ചോദ്യങ്ങളും വിമർശനങ്ങളും ഒക്കെ ഹൈക്കോടതി അടക്കം നടത്തിയതാണ്. അപ്പോൾ സ്വാഭാവികമായും അത്തരം പങ്കുവഹിച്ച ആളുകൾ പോലും ഈ കേസിൽ അറസ്റ്റിലായിട്ടില്ല. പ്രശ്നം നിലനിൽക്കുന്നു. ഇനി നമ്മൾ ഏത് സാഹചര്യത്തിലായാലും ശരി, തന്ത്രി എന്നുള്ളത് ശബരിമല അവിടുത്തെ ഈ ആചാരപരമായിട്ടുള്ള കാര്യങ്ങളിൽ അവസാന എന്ന് പറയുമ്പോൾ തന്നെ ശബരിമലയുടെ ഭരണകാര്യങ്ങളിൽ തന്ത്രിക്ക് ഒരു പ്രാധാന്യവും നൽകിയിരുന്നില്ല എന്നുള്ളതിനൊക്കെ സാക്ഷ്യം വഹിച്ചിട്ടുള്ള, അല്ലെങ്കിൽ വിവിധ വാർത്തകൾ പുറത്തു വന്നിട്ടുള്ള, അത് കണ്ട് ആ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മാധ്യമപ്രവർത്തകരാണ് നമ്മളിൽ പലരും. അതിൽ അന്നാണ് 2018 കാലത്ത് 2019 കാലത്തൊക്കെ ശബരിമലയിൽ നടന്നത് എന്നുള്ളതിൽ ഏകദേശം വ്യക്തതയുള്ളവരുമാണ്. അപ്പോൾ സ്വാഭാവികമായും അന്ന് തന്ത്രിക്ക് പല കാര്യങ്ങളിലും പ്രാധാന്യം നൽകാതെ ഏകപക്ഷീയമായ കാര്യങ്ങൾ നടത്തിയിരുന്ന സർക്കാരും ദേവസ്വം ബോർഡുമൊക്കെ ആണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായും തന്ത്രിക്ക് അവിടുത്തെ കാര്യങ്ങളിൽ, ഭരണപരമായ കാര്യങ്ങളിൽ വലിയ പ്രാധാന്യം നൽകിയിരുന്നില്ല എന്നുള്ളൊരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നു. പക്ഷേ അപ്പോഴും അന്നത്തെ ശബരിമലയുടെ ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരുന്ന ഈ സ്വർണ്ണക്കവർച്ചയ്ക്ക് വേണമെങ്കിൽ ഏറ്റവും കൂടുതൽ
സഹായം ചെയ്യാൻ കഴിയുന്ന, സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്വർണ്ണക്കവർച്ച കേസിലെ മുഖ്യപ്രതിയുമായി വളരെ അടുപ്പമുണ്ടായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ എന്നൊരാൾ അവിടെ നിൽക്കുന്നു. കടകംപള്ളി സുരേന്ദ്രൻ വഴിയാണ് തനിക്ക് ഈ പറയുന്ന രീതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആദ്യത്തെ അപേക്ഷ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വരുന്നത് എന്നുള്ളത് പത്മകുമാർ നൽകിയ മൊഴിയിലുണ്ട്. അപ്പോൾ അത്രയധികം സാഹചര്യങ്ങൾ അവിടെ നിലനിൽക്കുമ്പോഴും കടകംപള്ളി സുരേന്ദ്രനെ ഒരു വട്ടം മൊഴി രേഖപ്പെടുത്തി വിട്ടതല്ലാതെ മറ്റ് നടപടികളിലേക്ക് അന്വേഷണ സംഘം പോയിട്ടില്ല. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയിൽ ഇരുന്ന ആളുകൾക്ക്, ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിഞ്ഞിരുന്ന ആളുകൾക്ക്, ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നവരെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ആചാരപരമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം അഭിപ്രായം പറഞ്ഞു എന്നതിൻ്റെ വിഷയങ്ങളിൽ, അല്ലെങ്കിൽ ആ ഒരു അടിസ്ഥാനത്തിലേക്ക് കാര്യങ്ങളെത്തി, അല്ലെങ്കിൽ അത്തരം പങ്ക് മാത്രമുള്ള തന്ത്രിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം. അപ്പോൾ സ്വാഭാവികമായും കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്ത്രിയിലേക്ക് പോകേണ്ട സാഹചര്യം എന്തായിരുന്നു എന്നുള്ള സംശയം അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ സാഹചര്യം തന്നെയാണ് എല്ലാവരും ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോൾ അന്വേഷണവും നിയമവും നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നുള്ളതിൽ തർക്കമില്ല. പക്ഷേ അപ്പോഴും ചില സംശയങ്ങൾ ഉയരുന്നത് ഇങ്ങനെയാണ്: എന്തുകൊണ്ട് ഭരണപരമായിട്ടുള്ള ഇടപെടൽ ഇതിൽ നടത്താൻ കഴിഞ്ഞിരുന്ന, അല്ലെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കത്ത് ദേവസ്വം ബോർഡിലേക്ക് കൊടുത്തു എന്ന് പത്മകുമാറിൻ്റെ തന്നെ മൊഴിയുള്ള, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വളരെ അടുപ്പമുള്ള ആൾ എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളും അതുപോലെയുള്ള നിരവധി ഇൻസിഡൻറ്റുകളും ഒക്കെ പുറത്തു വന്നിട്ടും കടകംപള്ളി സുരേന്ദ്രനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘം തയ്യാറാകുന്നില്ല എന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. തന്ത്രിയുമായി ബന്ധപ്പെടുത്തി ഇത്തരത്തിൽ എന്ത് തെളിവാണ് അന്വേഷണ സംഘത്തിൽ ലഭിച്ചിരിക്കുന്നതെന്നടക്കമുള്ള കാര്യങ്ങളിൽ വരുമ്പോൾ മാത്രമാണ് നമുക്കൊരു വ്യക്തത ലഭിക്കുക. നമ്മളതിൽ കാത്തിരിക്കുന്നു. ഈ പറയുന്നത് പോലെയാണ്, നിർണായകമായ തെളിവുകൾ ഉണ്ടെങ്കിൽ അന്വേഷണത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നുള്ളതിൽ തർക്കമില്ല. പക്ഷേ അപ്പോഴും ചോദ്യങ്ങൾ ഇതാണ്: എന്തുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണ സംഘം ഈ നടപടികൾ നീട്ടുന്നില്ല എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുന്നു. ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ കളി നടക്കുന്നുണ്ടോ എന്നുള്ള സംശയം വളരെ സജീവമായി ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഇതിനൊന്നും കൃത്യമായ മറുപടി ഘട്ടത്തിൽ അന്വേഷണ സംഘം നൽകിയിട്ടില്ല, അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് നൽകാൻ കഴിഞ്ഞിട്ടുമില്ല. പക്ഷേ അത് ഈ റിമാൻഡ് റിപ്പോർട്ട് ഇന്ന് പുറത്തു വരുന്നതോടുകൂടി നമുക്കൊരു പക്ഷേ അതിലൊരു തീരുമാനമുണ്ടാകുമെന്ന് കരുതാം. എന്തായാലും നടപടികൾ ഏത് രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴും സംശയങ്ങൾ ഒരുപാട് ബാക്കിയാണ്. ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘത്തിന് മുകളിൽ ഉയർന്നിരുന്ന സമ്മർദ്ദം നിലനിൽപ്പുണ്ടായിരുന്നു. അതിൽ അന്വേഷണം വളരെ ഇഴഞ്ഞു നീങ്ങിയെന്ന് ഹൈക്കോടതി പോലും വിമർശനമുയർത്തിയതാണ്. പിന്നാലെ ഈ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംശയങ്ങൾ പലപ്പോഴും വന്നിട്ടുണ്ട്. അന്വേഷണത്തിൻ്റെ നിർണായകമായിട്ടുള്ള പ്രതികളായിട്ടുള്ള, അല്ലെങ്കിൽ പ്രതികളിൽ നിന്ന് സംശയിക്കുന്ന പലരെയും അറസ്റ്റ് ചെയ്യുന്നില്ല അന്വേഷണ സംഘം, അവരിലേക്ക് അന്വേഷണം നീട്ടുന്നില്ല തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങൾ വളരെ സജീവമായ ഒരു വശത്ത് നിലനിൽക്കുമ്പോഴാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ കാണേണ്ടി. ഈ അന്വേഷണ സംഘത്തിൽ, പ്രത്യേക അന്വേഷണ സംഘത്തിൽ CPMൻ്റെ അടുത്ത ആളുകളെ, CPMൻ്റെ അനുഭാവികളായിട്ടുള്ള ആൾക്കാരെ കുത്തിറക്കാനുള്ള ശ്രമങ്ങളും ഇതിനിടയിൽ നടന്നതായി കാണേണ്ടതുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്, സംശയങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ സംശയങ്ങൾക്കുള്ള മറുപടികൾ ഉണ്ടാകണമെങ്കിൽ പ്രാഥമികമായി എന്ത് തന്ത്രിയെ അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു കാര്യത്തിലേക്ക് വ്യക്തത വരണമെങ്കിൽ ഇന്ന് കോടതിയിൽ സമർപ്പിക്കുന്ന റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വരേണ്ടതുണ്ട്. രോഹിണി. ശരി, പ്രജിത് മോഹനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് SIT രേഖപ്പെടുത്തുമ്പോൾ ചില സംശയങ്ങൾ കൂടി ഉയരുകയാണ്. SITക്ക് മേൽ CPMൻ്റെ സമ്മർദ്ദമുണ്ടായിട്ടുണ്ടോ? കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബന്ധപ്പെടുത്തിയാണ് തന്ത്രിയുടെ അറസ്റ്റെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അതേ ബന്ധം പുലർത്തിയിട്ടുള്ള കടകംപള്ളിയിലേക്ക് എന്തുകൊണ്ട് കാര്യങ്ങൾ എത്തുന്നില്ല എന്നുള്ളൊരു ചോദ്യവും സ്വാഭാവികമായും ഉയരുകയാണ്.